ഷഹി ആ എന്താ ചെയ്യുന്നു? നെയിൽ പോളിഷ്. യൂട്യൂബിന്റെ സ്ഥിതി എന്താ? യൂട്യൂബെല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് നീ എപ്പോഴും പയ്യാമ്പലം പറശ്ശിനിക്കടവ് ഇതെല്ലാം എല്ലാം നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്ന സ്ഥലമല്ലേ, നീ എന്തെങ്കിലും വെറൈറ്റി ചെയ്യ്, എന്ന് അധികം കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളെല്ലാം പോയിട്ട് ചെയ്യുന്നു പറയും. വെറൈറ്റി അല്ലേ? ഒരു വെറൈറ്റി ഉണ്ട്. എവിടെയാ? പോവാ. എങ്ങോട്ടാ? അതുണ്ട്. ആ മാറ്റിക്കോ. എന്നാ പോവാ. ആ ഓക്കെ. നമ്മളിന്ന് പോകുന്നത് ഒരു കള്ള് ഷാപ്പിലേക്കാണ്. അടിപൊളി ഫുഡും മുന്തിരിക്കള്ളും കിട്ടുന്ന ഒരു സൂപ്പർ കള്ള് ഷോപ്പിലേക്കാണ്. അത് ഒരു വെറൈറ്റി കള്ള് ഷോപ്പാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിറകെ പറയാം. അപ്പോൾ കണ്ണൂരോളത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം. ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും പോയി ടേസ്റ്റി ഫുഡെല്ലാം കഴിച്ച് ഒരടിപൊളി വൈബാക്കിയിട്ട് വരാം. അപ്പോൾ എന്നിട്ട് കഴിച്ച ഫുഡിൻ്റെ ടേസ്റ്റും ആ സ്ഥലത്തിൻ്റെ ഭംഗിയും നിങ്ങൾ ആസ്വദിച്ചതെല്ലാം വീഡിയോൻ്റെ അടിയിൽ കമൻ്റായിട്ട് ഇടണം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പുഴയോരം കള്ളുഷാപ്പ് എന്നാണ് കള്ളുഷാപ്പിൻ്റെ പേര്. കണ്ണൂരിൽ നിന്നുള്ള വഴി കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ്, ആലക്കോട് മലയോര ഹൈവേ വഴി വെള്ളരിക്കുണ്ട്, മാലോം, വള്ളിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കള്ള് ഷോപ്പുള്ളത്. പോകുന്ന റൂട്ടെല്ലാം അടിപൊളിയാണ്. മലയോര ഹൈവേ പിന്നെ പറയണ്ടല്ലോ, നല്ല ആസ്വദിച്ച് പോകാൻ പറ്റിയ റോഡും സൈഡിലുള്ള വ്യൂ എല്ലാം സൂപ്പറാണ്. നല്ല രസമാണ് കാണാൻ. റോഡിൻ്റെ സൈഡിലെല്ലാം വയലുകൾ, ഗ്രാമത്തിൻ്റെ ശരിയായ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് തന്നെ പോകാം. റോഡ് സൈഡിൽ കുറേ ദൂരം കവുങ്ങിൻ തോട്ടം, ഒരുപാട് കവുങ്ങിൻ തോട്ടങ്ങളുണ്ട്. വയൽ, മലകൾ, കുന്നുകൾ, എന്തോ ഒരു രസമാണെന്നറിയാം. ഗ്രാമത്തിൻ്റെ ശരിയായ സൗന്ദര്യം നമുക്ക് കണ്ടുകൊണ്ട് പോകാം. പിന്നെ കള്ള് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലെന്താ ഉണ്ടാവുക? കുറേ ആൾക്കാർ കള്ള് കുടിച്ച് മത്ത് പിടിച്ച് അലമ്പുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് കിടക്കുന്ന, അടിപിടി ഉണ്ടാക്കുന്ന. ഇതൊന്നുമല്ല. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് വന്ന് ടേസ്റ്റി ഫുഡ് കഴിച്ച്, തൊട്ടടുത്തൊരു ഊഞ്ഞാലെല്ലാം ഉണ്ട്. ആ ഊഞ്ഞാലിലെല്ലാം കുട്ടികളെല്ലാം കളിക്കുന്നു. അങ്ങനെ ഒരു ചുറ്റുപാട് ഫാമിലി ആയിട്ട്, കുറേ ആൾക്കാർ ഫാമിലി ആയിട്ട് വരുന്നു. അങ്ങനെയുള്ളൊരു ചുറ്റുപാടും. അടുത്തൊരു പുഴയെല്ലാം അവിടെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം വറ്റിയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഒരു ശാന്തസുന്ദരമായ കള്ള് ഷോപ്പ്. ഇതാ ഇപ്പോൾ നമ്മൾ ഏകദേശം അവിടത്തേക്ക് എത്തി. കുറേ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ട് കാണുന്നുണ്ട്. ഇതാണ് പുഴയോരം കള്ള് ഷോപ്പ്, കണ്ടോ? അപ്പോൾ നമ്മളിവിടെ എത്തി. കുറേ വണ്ടിയെല്ലാം കാണുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് എന്തായാലും തിരക്ക് കൂടാനേ സാധ്യതയുള്ളൂ. തണലുള്ള സ്ഥലമൊന്നും ഇല്ല. അങ്ങനെ എല്ലാവരും വെയിലത്ത് തന്നെ വണ്ടി ഇങ്ങനെ എടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടെല്ലാം കാണുന്നത്. ബോർഡ് കണ്ട പുഴയോരം നാടൻ ഭക്ഷണം. പിന്നെ എന്തെല്ലാം ഉള്ള ഊണ്, ബിരിയാണി, പുഴമീൻ, താറാവ്, മുയൽ, നാടൻ കോഴി, കാട, പന്നി, ഇങ്ങനെ കുറേ ഉണ്ട്. നല്ല രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോമഡി ആർട്ടിസ്റ്റുകളെ പിക്ചറും പിന്നെ കോമഡി സിനിമയിലെ കോമഡി സീനും അങ്ങനെ കോമഡി ഡയലോഗുകൾ അങ്ങനെയെല്ലാം വെച്ചിട്ട് നമുക്കിങ്ങനെ വായിച്ചിങ്ങനെ ചിരിക്കാനും ആസ്വദിക്കാനും പറ്റിയ കുറേ ഇങ്ങനെ വരികളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്താണ് ഫാമിലിയിൽ ഇരിക്കുന്ന സ്ഥലം. ഈ സ്ഥലത്താണ് ഫാമിലിയിൽ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഫുള്ള് ഫാമിലി 2-3 ഫാമിലി ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചൊരു 5 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയം കൊണ്ട് നമ്മൾ ചുറ്റും കാണാൻ നല്ല രസമുണ്ട്. അവിടെയെല്ലാം നടന്ന് നോക്കി.
എന്താ പേര്? ബിജോ. ഇവിടെ തന്നെയാ? ഇവിടെ തന്നെയാ? പോത്ത്, പനീർ, ബോട്ടി, താറാവ്, നാടൻ ചിക്കൻ, സാധാ ചിക്കൻ ഉണ്ട്, ചിക്കൻ കൊണ്ടാട്ടമുണ്ട്, ചെമ്മീൻ ഉണ്ട്, ഞണ്ടുണ്ട്, ചെമ്പലുണ്ട്, മുയലുണ്ട്. വരുവാണോ? കരിമീൻ ചെല്ലൊക്കെ ഉള്ളത് ഇപ്പോൾ കളഞ്ചി മാത്രം. കളഞ്ചി ഫ്രൈ അല്ലേ? കളഞ്ചി ഒരു ഫ്രൈ അത് സൈസ് മുതലുണ്ട്. ഒരു 200 ഗ്രാം 900 ഗ്രാം. ഓ അതെയാ? ഹാഫ് എടുക്കും. ഹാഫ് എടുക്കും. ആ കഴിക്കാൻ എന്താ ഉള്ളത്? കഴിക്കാൻ ചിക്കൻ ബിരിയാണി, കാട ബിരിയാണി, അപ്പം ഒരു കളഞ്ചി മുന്തിരിക്കളില്ലേ? മുന്തിരിക്കളുണ്ട്, ഇഞ്ചിക്കളുണ്ട്. മെയിനായിട്ട് ഇളവൻ, മൂപ്പൻ, ഒരു മാസമായിട്ട് ഇതും ഇതാ അടിപൊളി മുന്തിരിക്കള്ള എത്തിയിട്ടുണ്ട്. പിന്നെ മുയലിറച്ചിയും പത്തലും. നമ്മൾ കഴിച്ചത് മുയലിറച്ചിയും പത്തലും പിന്നെ ബീഫ് ഫ്രൈയും പിന്നെ ഒരു മീൻ പൊള്ളിച്ചത്. പുഴമീനാണ്. ഇത് വരാൻ കുറച്ച് ടൈം എടുത്തു. ഇത് നമ്മൾ പറയുമ്പോൾ റെഡിയാക്കുന്നതാണ്. ഈ മുയലിറച്ചി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ബീഫ് ഫ്രൈ വാങ്ങിയത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, എല്ലാം സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഏതാണെന്ന് വെച്ചാലുണ്ട്, കാടയുണ്ട്, പന്നിയുണ്ട്, പോത്തുണ്ട്, മുയലുണ്ട്. എല്ലാത്തിൻ്റെയും വിഭവങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. പറയാതിരിക്കാൻ വയ്യ, അത്രയും നല്ല ടേസ്റ്റാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. പോകാൻ പറ്റുന്നവർ പോകണം. അറിയാം, കള്ളിൻ്റെയും വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നമ്മൾ വാങ്ങിയത് മുന്തിരിക്കള്ളാണ്. നിങ്ങളുടെ തന്നെ അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.